ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് EC2 സെർവറിൽ ആമസോൺ ലിനക്സ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. എന്നിട്ട് അതെങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ്. പുട്ടിയോ അല്ലെങ്കിൽ മൊബൈൽ സ്ട്രീം അല്ലെങ്കിൽ ഗിറ്റ് ബാഷ് എന്ന് പറഞ്ഞ ടൂൾ വെച്ചിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ EC2 സെർവറിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് റൂട്ട് യൂസറിൽ ഒഹിയോ എന്ന് പറഞ്ഞ റീജിയനിലാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു EC2 ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം സർവീസ് എടുത്തതിന് ശേഷം കമ്പ്യൂട്ടറിൽ EC2 എന്ന് പറഞ്ഞ ടാബ് സെലക്ട് ചെയ്യുക. അപ്പോൾ EC2ൻ്റെ ഡാഷ്ബോർഡിലാണ് വരുന്നത്. ഇതാണ് EC2ൻ്റെ ഡാഷ്ബോർഡ്. അപ്പോൾ ഇവിടെ നമുക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും സോൺ ഏതൊക്കെയാണ്. ഞാൻ ഒഹിയോണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഏതൊക്കെ സോണാണ് ഉള്ളതെന്ന് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഷെഡ്യൂൾ ഇവൻറ്റ്സിൽ വരും. അതുപോലെ റൈറ്റ് സൈഡ് അക്കൗണ്ട്സ് ആട്രിബ്യൂട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബൈ ഡിഫോൾട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ VPC ചെയ്ത് വേണം, എൻക്രിപ്ഷൻ എല്ലാത്തിനും എനേബിൾ ചെയ്യണോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്ഷൻസ്, ഈ പറഞ്ഞ ഓപ്ഷൻസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിഫോൾട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അതേപോലെ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻസ് എല്ലാം ഇവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യാം. അതിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് നമുക്ക് ലോഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വരുന്നത് AMIയുടെ സെക്ഷനാണ്. നമുക്ക് ഏത് AMI ആണ് വേണ്ടതെന്നാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആമസോൺ ലിനക്സ് 2 ആണ്. അതുപോലെ ഫ്രീ ടയർ ചൂസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രീ ടയർ അക്കൗണ്ട് ആണെങ്കിൽ. അപ്പോൾ ഉബുണ്ടു ആണെങ്കിൽ ഉബുണ്ടു എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഉബുണ്ടു റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ AMI ഇവിടെ കാണിക്കും. വിൻഡോസ് ആണ് വേണ്ടെങ്കിൽ വിൻഡോസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വിൻഡോസ് നിങ്ങൾക്ക് ഏത് വെർഷനാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വെക്കുക. പിന്നെ മൈ AMI എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത AMI ആണ് അവിടെ വരുന്നത്. മാർക്കറ്റ് പ്ലേസ് ഉദ്ദേശിക്കുന്നത് അതായത് റീസെല്ലറാണ്. അതായത് നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് വരും. ഇപ്പോൾ OpenVPN, GitLab അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീ ബിൽഡ് ആയിട്ടുള്ള OS ഉണ്ട്, AMI ഉണ്ട്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ OpenVPN എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ OpenVPN നമുക്ക് കോൺഫിഗർ ചെയ്യേണ്ടതായിട്ടില്ല, എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ ആ AMI യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫ്രീ ടയർ ഞാൻ സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം സെലക്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് പറ്റും. നമ്മൾ ഏത് ഇൻസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള ചാർജുകൾ വരും. സോഫ്റ്റ്വെയർ ഫീ ഫ്രീ ആണ്. അപ്പോൾ ഫ്രീ ടയർ ആയതുകൊണ്ടാണ്. അത് കഴിയുമ്പോൾ അത് ചാർജബിൾ ആകും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽ അതിനകത്ത് താഴത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യുവാണ്. അതുപോലെ കമ്മ്യൂണിറ്റി AMI ഉണ്ട്. നമുക്കിപ്പോൾ കാറ്റഗറി ഇത് തിരിച്ചിട്ടുണ്ട്. അവിടെ ആമസോൺ ലിനക്സ്, സെൻറ്റോസ്, ഡെബിയൻ, ഫെഡോറ അങ്ങനെ എല്ലാ OSൻ്റെയും AMIs നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സെർച്ച് ടാബിൽ പോയി അവിടെ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണത് ആമസോൺ ലിനക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനത് സെർച്ച് ടാബിൽ നിന്നെല്ലാം റിമൂവ് ചെയ്തു. റിമൂവിന് ശേഷം ആമസോൺ 2 AMI കൊടുത്തു. ക്വിക്ക് സ്റ്റാർട്ടിൽ വന്നിട്ട് ഞാൻ അവിടെ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും മാക്കും ഉണ്ട്, മാക്കിന് വേണ്ടിയുള്ള OS ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 64 ബിറ്റാണ് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ EBS വോളിയം ടൈപ്പ് ഏതാണെന്നുള്ളതും, അതേപോലെ തന്നെ റൂട്ട് ഡിവൈസ് ഏതാണ്, വെർച്വലൈസേഷൻ ടൈപ്പ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുവാണ്. ആമസോൺ ലിനക്സ് സെലക്ട് ചെയ്തു. അതേപോലെ ഇവിടെ EC2 ടൈപ്പ് ചൂസ് ചെയ്യാനുള്ള സെക്ഷനാണ്. നമുക്ക് ഏത് ഇൻസ്റ്റൻസ് ടൈപ്പാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. CPU, മെമ്മറി കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഫിൽറ്റർ ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫാമിലിയിൽ നിന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ A1 സീരീസ് ആണ്, A സീരീസിലുള്ള എല്ലാം കാണിക്കും. അതുപോലെ C ആണെങ്കിൽ C സീരീസിലെല്ലാം കാണിക്കും. പിന്നെ ഏത് ജനറേഷൻ വേണമെന്നുള്ളതാണ്, കറണ്ട് ജനറേഷൻ വേണോ ഓൾഡ് ജനറേഷൻ വേണമെന്നുള്ളതാണ് അവിടെ ചൂസ് ചെയ്യാനുള്ളത്. ഞാൻ ബൈ ഡിഫോൾട്ട് T2 മൈക്രോൺ എടുക്കുന്നത്. അത് ഫ്രീ ടയർ എലിജിബിളാണ്. അപ്പോൾ 12 മാസമൊക്കെ നമുക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ലിമിറ്റേഷൻസ് ഉണ്ട്, എന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇതാണ് ഇൻസ്റ്റൻസിൻ്റെ കോൺഫിഗറേഷൻ സെക്ഷൻ. എത്ര ഇൻസ്റ്റൻസ് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 5 എണ്ണം വേണമെങ്കിൽ 5 ഇൻസ്റ്റൻസ് അവിടെ കൊടുക്കുക, ഒരെണ്ണം മതിയെങ്കിൽ 1 കൊടുക്കുക. പ്രൈസിങ് ഓപ്ഷനകത്താണ് സ്പോട്ട് ഇൻസ്റ്റൻസ് എന്ന സെക്ഷനാണ്. അത് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബിഡ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസിൻ്റെ റേറ്റ് ഒരു $1 ആണെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ബിഡ് ചെയ്യാനായിട്ട് ഒരു എമൗണ്ട് അവിടെ പറഞ്ഞു കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് ഇവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ബിഡ് ചെയ്യാം. അപ്പോൾ ആ ഓപ്ഷനിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസിൽ നമുക്ക് ആവശ്യമുള്ള കിട്ടുവാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എപ്പോൾ വേണമെങ്കിലും ടെർമിനേറ്റ് ആയി പോവാം. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓട്ടോ സ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നെറ്റ്വർക്ക് സെക്ഷനാണ് ഇത്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത VPC, നമുക്ക് കസ്റ്റം VPC ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഡിഫോൾട്ട് VPCനെ അത് ചൂസ് ചെയ്യാവുന്നതാണ്. താഴത്തെ സബ്നെറ്റ്, ആ VPCക്കകത്ത് എത്ര സബ്നെറ്റ് ഉണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കും.
നോ പ്രിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഏതെങ്കിലും ഒരു VPCയിൽ ക്രിയേറ്റ് ആവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു VPC സെലക്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ പബ്ലിക് സബ്നെറ്റാണ് ചൂസ് ചെയ്തെങ്കിൽ IP എനേബിൾഡ് ആയിരിക്കും. നമ്മൾ ആ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബൈ ഡിഫോൾട്ട് പബ്ലിക് IP എനേബിൾ ആവും. അതുപോലെ പ്ലേസ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വേറെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻസ് എങ്ങനെ വേണം, ക്ലസ്റ്റർ വേണോ, ഷെയർഡ് വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയാണ് മെയിനായിട്ട്. ഇപ്പോൾ ഒരു റാക്കിൽ തന്നെ വേണം, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ തന്നെ വേണം, എല്ലാം അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നെറ്റ്വർക്കും ലേറ്റൻസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല പെർഫോമൻസ് കൂടും. അതിനുവേണ്ടിയാണ് പ്ലേസ്മെൻറ്റ് ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഡൊമൈൻ ഡയറക്ടറി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ആ ഡയറക്ടറിയുടെ അണ്ടറിലേക്ക് നമുക്ക് ഈ സെർവറിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ IAM റോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്തത് ഷട്ട് ഡൗൺ ബിഹേവിയർ ആണ്. അപ്പോൾ ഷട്ട് ഡൗൺ ബിഹേവിയർ OS ലെവലിൽ ഷട്ട് ഡൗൺ കൊടുക്കുമ്പോൾ അത് ഏത് സ്റ്റോപ്പ് വേണോ ടെർമിനേറ്റ് വേണമെന്നാണ് ഇവിടെ ഓപ്ഷൻ ഉള്ളത്. ഇപ്പോൾ സ്റ്റോപ്പ് ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് സ്റ്റോപ്പിലേക്ക് പോകും. ടെർമിനേറ്റ് ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആയിട്ട് പോകും. അതുപോലെ തന്നെ ഹൈബർനെറ്റ് ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് എനേബിൾഡ് ആണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് സ്ലീപ്പ് മോഡ് അല്ലെങ്കിൽ ഹൈബർനെറ്റ് മോഡിലേക്കാണ് അത് പോകുന്നത്. അതിൻ്റെ റാമിനകത്തായിരിക്കും നമ്മുടെ കണ്ടൻറ്റെല്ലാം സേവ് ചെയ്യുന്നത്. ഫാസ്റ്റായിട്ട് ബൂട്ടാവും പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അതേപോലെ എനേബിൾ ടെർമിനേഷൻ പ്രൊട്ടക്ഷൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് ആക്സിഡൻ്റൽ ഡിലീഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെപ്പോഴും ടിക്ക് ചെയ്ത് പോവുക. നമുക്കിപ്പോൾ കൺസോളിൽ നിന്ന് API കോൾ വഴി നമുക്കത് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആ ടിക്ക് മാറ്റിയാൽ മാത്രമേ സെറ്റിങ്സിൽ പോയിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ആ സെർവർ. പിന്നെ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ബൈ ഡിഫോൾട്ട് എവറി 5 minutes ആണ് മെട്രിക് എല്ലാം കളക്ട് ചെയ്യണത്, അതായത് മോണിറ്റർ ചെയ്യുന്നത്. നമുക്ക് ഇത് എനേബിൾ ചെയ്യുവാണെങ്കിൽ 1 minute നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ മെട്രിക്കും കാര്യങ്ങളെല്ലാം. അതിന് അഡീഷണൽ ചാർജബിൾ ആണ്. ടെനൻസി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഷെയർഡ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസും ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഷെയർഡാണ് ബൈ ഡിഫോൾട്ട് യൂസ് ചെയ്യണത്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റ് വേണമെങ്കിൽ അത് അഡീഷണൽ ചാർജാണ്, നല്ല കോസ്റ്റ് വരും. അപ്പോൾ അതിൻ്റെ ഒരു പെർ ഹോസ്റ്റിനായിരിക്കും നമുക്ക് ചാർജ് വരുന്നത്. ഇൻസ്റ്റൻസ് ആണെങ്കിൽ ഇൻസ്റ്റൻസ് ബേസ് ആയിരിക്കും ബില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ ഹോസ്റ്റിൽ നമുക്ക് മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. OS ലൈസൻസ്, SQL ലൈസൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. അത് അങ്ങനെയുള്ള ഇപ്പോൾ ബാങ്ക് അങ്ങനെയുള്ള അവരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നത് ഷെയർഡ് സെർവറായിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ എലാസ്റ്റിക് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ GPU ആണ്. അതായത് നമുക്ക് ഈ ഡീപ്പ് ലേണിംഗ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അഡീഷണൽ ചാർജബിൾ ആണ്. അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് GPUം കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. എത്ര മെമ്മറി വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് ക്രെഡിറ്റ് സ്പെസിഫിക്കേഷൻ ആണ്. അത് വേണമെങ്കിൽ അൺലിമിറ്റഡ് ഇട്ട് കൊടുക്കാം. T2 T3 സീരീസൊക്കെ ബേസ്റ്റബിൾ സീരീസാണ്. അൺലിമിറ്റഡ് ഇട്ട് കഴിഞ്ഞാൽ അഡീഷണൽ ചാർജ് ഉണ്ട്. അതായത് നമ്മുടെ CPU യൂട്ടിലൈസേഷൻ 1 minute കണ്ടിന്യൂസ് ആയിട്ട് ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് ലോഡായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് ബാലൻസിൽ നിന്ന് അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് 0 എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റൻസ് ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് ഡൗൺ ആവും, അല്ലെങ്കിൽ സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അൺലിമിറ്റഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാം. പിന്നെ ഫയൽ സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ EFS ഫയൽ സിസ്റ്റം നമുക്ക് ഇവിടെ തന്നെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അടുത്തത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ആണ്. നമുക്ക് വേണമെങ്കിൽ IP ഇവിടെ പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ സെക്കൻഡറി IP അഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും, ആഡ് IP കൊടുത്തു കഴിഞ്ഞാൽ. അടുത്തതിനകത്ത് നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ലിനക്സ് ആണെങ്കിൽ ബാഷ് സ്ക്രിപ്റ്റൊക്കെ ഇവിടെ താഴത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വിൻഡോസ് ആണെങ്കിൽ PowerShell സ്ക്രിപ്റ്റ് ഇവിടെ പറഞ്ഞു കൊടുക്കാം. പിന്നെ മെറ്റാഡാറ്റ ആക്സസിബിൾ ചെയ്യണോ വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അത് എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിലൊക്കെയാണ്. നമുക്കപ്പോൾ നെക്സ്റ്റ് അടുത്ത് ആഡ് സ്റ്റോറേജിലേക്ക് പോകാം. അപ്പോൾ ലിനക്സ് ആണെങ്കിൽ ഇവിടെ ബാഷ് സ്ക്രിപ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ വിൻഡോസ് ആണെങ്കിൽ PowerShell ആയിരിക്കും. നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാൾ ആവും ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അടുത്തത് സ്റ്റോറേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ഫസ്റ്റ് വരുന്നത് റൂട്ട് വോളിയം ആയിരിക്കും. അതിന് ലിനക്സ് ആയതുകൊണ്ട് 8 GB, വിൻഡോസ് ആണെങ്കിൽ 30 GB ആയിരിക്കും കാണിക്കുന്നത്. നമുക്കിവിടെ വോളിയം ടൈപ്പൊക്കെ പറഞ്ഞു കൊടുക്കാം, ജനറൽ വേണോ എന്നുള്ളത്. അതുപോലെ എൻക്രിപ്ഷൻ വേണമെങ്കിൽ എനേബിൾ ചെയ്യാവുന്നതാണ് ഇവിടെ തന്നെ. അതുപോലെ ഡിലീറ്റ് ടെർമിനേഷൻ ചെയ്യാം. അതായത് നമുക്ക് അഡീഷണൽ EBS വോളിയം ആഡ് ചെയ്യാം. നമുക്ക് എത്ര സൈസ് വേണമെങ്കിൽ ഇവിടെ പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് വോളിയം ടൈപ്പ് ഏതാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പെർഫോമൻസ് കൂടിയത് വേണോ, നോർമൽ, ജനറൽ പർപ്പസ് SSD മതിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ഓൺ ടെർമിനേഷൻ നമുക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാം. ടിക്ക് ഇടേണ്ട കാര്യമില്ല. എന്നാൽ നമ്മുടെ ഡാറ്റ എല്ലാം ഇതിനകത്തായിരിക്കും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനതൊന്നും കൊടുക്കുന്നില്ല, ഞാൻ നെക്സ്റ്റ് അടിക്കുവാണ്. അടുത്ത ടാഗ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ടാഗ് നെയിം കൊടുക്കുക. ഇവിടെ നിന്ന് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടാഗ് കൊടുക്കാം. ഞാൻ ലിനക്സ്
സെർവർ എന്ന് പറഞ്ഞൊരു നെയിം കൊടുക്കുവാണ്. ആ ടിക്ക് കിട്ടണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻസും അതേപോലെ വോളിയം നെറ്റ്വർക്ക് ഇൻ്റർഫേസിനും സെയിം ടാഗ് തന്നെ അപ്ലൈ ആവും. നമുക്ക് അഡീഷണൽ ടാഗ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്, എത്ര വേണമെങ്കിൽ കൊടുക്കാം. അതിൽ അടുത്തത് സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ഇൻസ്റ്റൻസ് ലെവലാണ് നമ്മൾ ഫയർവാൾ എന്ന് പറയും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ പുതിയൊരു നെയിം കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഡെമോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്, ഡെമോ ST എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ അതേപോലെ എന്തെങ്കിലും ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പോർട്ട് എനേബിൾ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ലിനക്സ് ആയതുകൊണ്ട് SSH പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ RDP ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നിട്ട് സോഴ്സിൻ്റെ അവിടെ ഒന്നിൽ ഫുൾ IP കൊടുക്കുക. നോർമലി ഏത് IP എന്നാണോ സ്റ്റാറ്റിക് IP ഉണ്ടെങ്കിൽ ആ സ്റ്റാറ്റിക് IP ആയിരിക്കും ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ MyIP എന്ന് പറയുമ്പോൾ എൻ്റെ IP ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡിക്റ്റേറ്റ് ചെയ്തോളും. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ വെബ് സെർവർ എന്തെങ്കിലും റണ്ണിങ് ആണെങ്കിൽ HTTP HTTPS അങ്ങനെയുള്ളതെല്ലാം ഇവിടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ പബ്ലിക്കലി ആക്സസബിൾ ആണ് കൊടുക്കേണ്ടത്. 0.0 ആണ് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ തൽക്കാലം SSH മാത്രമേ കൊടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് റിവ്യൂ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് വരുത്താമെന്ന് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ലോഞ്ച് കൊടുക്കുക. അതിൽ മോഡിഫിക്കേഷൻ വരുത്താണ്ട് ഇവിടെ തന്നെ എഡിറ്റ് കൊടുക്കാവുന്നതാണ്. ലോഞ്ച് കൊടുക്കുക. ലോഞ്ച് കൊടുക്കാൻ നേരത്ത് ഒന്നിലെ എക്സിസ്റ്റിംഗ് കീ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ കീ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രിയേറ്റ് ന്യൂ കീ പെയർ കൊടുക്കുക, ഒരു നെയിം കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഇവിടെ തന്നെ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് കീ പെയർ കൊടുക്കുക. ഡൗൺലോഡ് ചെയ്തിൽ നമുക്കത് പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ സേവ് ചെയ്തു, എൻ്റെ ലോക്കൽ ഡ്രൈവിലേക്ക് ആ കീ പെയർ സേവ് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്തിരി ടൈം എടുക്കും. വ്യൂ ഇൻസ്റ്റൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻസിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് പറ്റും. ഇപ്പോൾ ഇൻസ്റ്റൻസ് സ്റ്റാറ്റസ് പെൻഡിങ് ആണ്. പിന്നെ അതുപോലെ പബ്ലിക് IP വന്നിട്ടുണ്ട്, പ്രൈവറ്റ് IP വന്നിട്ടുണ്ട്, ഇൻസ്റ്റൻസ് ID ഉണ്ട്, ഏത് VPC ആണ്, ഏത് സബ്നെറ്റ് ആണ്, അതിനകത്ത് ഫുൾ ഏത് AMA ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഫുൾ ഡീറ്റെയിൽ ഇതിനകത്തുണ്ട്. കീ പെയർ ഏതാണ്, അൺലിമിറ്റഡ് എനേബിൾ ചെയ്യുന്നുണ്ട്, മോണിറ്ററിങ് എനേബിൾ ചെയ്യുന്നുണ്ട്, ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. പിന്നെ സെക്യൂരിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അതായത് സെക്യൂരിറ്റി ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അറിയാനായിട്ട് പറ്റും. നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. സ്റ്റോറേജിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോറേജിൻ്റെ എത്ര സൈസ് ഉണ്ട്, ഏതൊക്കെയാണ് വോളിയം, അങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം അറിയാനായിട്ട് പറ്റും. സ്റ്റാറ്റസ് ചെക്കിനകത്ത് നമുക്ക് രണ്ടും റണ്ണിങ് ആയിരിക്കണം, സക്സസ് ആയിരിക്കണം, പാസ്ഡ് ആയിരിക്കണം. പിന്നെ മോണിറ്ററിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് മോണിറ്ററിങ് നമുക്ക് എനേബിൾഡ് ആയിരിക്കും. അത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. എവറി 5 മിനിറ്റ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതുപോലെ വോളിയത്തിൽ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് വോളിയത്തിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റൻസിൻ്റെ എല്ലാ വോളിയം ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റേറ്റ് ഇൻ യൂസ് ആണ്. അത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റൻസിൽ അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് ഇൻ യൂസ്, അല്ലെങ്കിൽ അവൈലബിൾ കാണിക്കും, ബ്ലൂ കളർ ആയിരിക്കും. അതിൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസിൽ പോയി കഴിഞ്ഞാൽ ആ ഇൻസ്റ്റൻസിൻ്റെ നെറ്റ്വർക്ക് ID ഇവിടെ കാണാനായിട്ട് പറ്റും. അതിന് 2 IP ഉണ്ടാവും, പ്രൈവറ്റും ഉണ്ടാവും, പബ്ലിക്കും ഉണ്ടാവും. ഇപ്പോൾ പ്രൈവറ്റിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് IP മാത്രമേ ഉണ്ടാവുള്ളൂ, പബ്ലിക് IP ഉണ്ടാവില്ല. അത് നമ്മൾ VPCക്കകത്താണ് സെറ്റ് ചെയ്യണത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് ചെക്ക് പാസ്സായിട്ടുണ്ട്, അതാണ് ഇൻസ്റ്റൻസ് റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് ആ പബ്ലിക് IP വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ഡൗൺലോഡിൽ ആ കീ എൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ ഗിറ്റ് ബാഷ് എന്ന് പറഞ്ഞ ഒരു ഗിറ്റിൻ്റെ ടൂൾ വെച്ചിട്ടാണ് ഞാൻ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ആണ്, അത് വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ടി വെച്ച് കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ടൂൾ ഉണ്ടെങ്കിൽ അത് വെച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്തതിന് ശേഷം കണക്ട് കൊടുക്കുക. അപ്പോൾ SSH ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ കിട്ടും എങ്ങനെ കണക്ട് ചെയ്യേണ്ടതെന്ന്. അത് കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് SSH ആ കീ പാത്ത് യൂസർ നെയിം ആ സെർവറിൻ്റെ IP പറഞ്ഞു കൊടുത്താൽ കണക്ട് ചെയ്യാം. പിന്നെ മൊബൈൽ സ്ട്രീം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഉണ്ട്, അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. സെഷൻ കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് ഏതാണ് SSH ആണോ വേണ്ടത്, യൂസർ നെയിം, IP അഡ്രസ്സ്, അങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാം ഇവിടെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഗിറ്റ് ബാഷ് എന്ന് പറഞ്ഞ ടൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആ പാത്തിൽ നിന്ന് തന്നെയാണ് ഗിറ്റ് ബാഷ് എടുത്തത്, അതുകൊണ്ട് സെയിം പാത്ത് തന്നെ കിട്ടി. എൻ്റെ കീ ആ പാത്തിൽ കിടപ്പുണ്ട്, ഡെമോ കീ എന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ കോപ്പി ചെയ്ത കണക്ട് ചെയ്യാനുള്ള സ്ട്രിങ് ഞാൻ കോപ്പി ചെയ്തു, അത് ഞാൻ പേസ്റ്റ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിക്കുവാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ നോൺ ഹോസ്റ്റസിലേക്ക് ആ കീ ആഡ് ചെയ്യാനായിട്ട് പറയും, ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യാനായിട്ട് പറയും.
അപ്പോൾ യെസ് കൊടുക്കുക ഇവിടെ. അപ്പോൾ ഇതെൻ്റെ നോൺ ഹോസ്റ്റ്, ഇതെൻ്റെ ലോക്കൽ സിസ്റ്റത്തിൽ നോൺ ഹോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ആ ഫയലിലേക്കാണ് .sshനകത്ത്, അതിനകത്തേക്കാണ് ഇത് ആഡ് ആവുന്നത്. ഇത് ഫസ്റ്റ് ടൈമേ ചോദിക്കുള്ളൂ, അടുത്ത ടൈം നമുക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എൻ്റെ സെർവറിലേക്ക്, ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത സെർവറിലേക്ക് ക്രിയേറ്റ് ആണ്ട്, ഇതാണ് ആ പാത്ത്. .sshനകത്ത് നോൺ ഹോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, അതിനകത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റൻസിലേക്ക് ഞാൻ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്പാഷി സെർവറോ ടോം കാറ്റ് സെർവറോ എന്താണ് നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്, വെബ്സൈറ്റൊക്കെ ഹോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് പിങ് എല്ലാം വർക്കിംഗ് ആണ് ആ സെർവറിൽ, നെറ്റ് ആക്സസബിൾ ആണ്. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ sudo s കൊടുത്ത് റൂട്ട് യൂസറിലേക്ക് മാറി വേണമെങ്കിൽ apt get അപ്ഡേറ്റ് ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഇത് ആമസോൺ ലിനക്സ് ആണ്, അപ്പോൾ അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ യെസ് കൊടുത്താൽ ഞാൻ അപ്ഡേറ്റ് ആവും. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള റിക്വയർമെൻ്റ് ആയിട്ടുള്ള പാക്കേജൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുട്ടി വെച്ച് കണക്ട് ചെയ്യണമെങ്കിൽ പുട്ടി വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ പുട്ടി എടുത്തതിന് ശേഷം ഐപ്പിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക, യൂസർ നെയിം പാസ്വേഡ് എല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ പുട്ടി കണക്ട് ചെയ്യുമ്പോൾ PPK ഫോർമാറ്റിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട്. അത് നമ്മുടെ കീ പെയറിനെ അതിനകത്തേക്ക് കൺവേർട്ട് ചെയ്യണം, പുട്ടി ജെൻ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് SSHനകത്ത് ഓത്തിനകത്ത് ആ കീ പാത്ത് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനായി സബ്സ്ക്രൈബ് ചെയ്യുക.